അപ്പോഴത്തെ വീണ്ടും നമ്മൾ വന്ന് മാംഗ്ലൂർ റൂട്ട് ഷിരൂർ റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോഴത്തെ 66 കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, ഷിരൂർ റൂട്ട്. അപ്പോൾ ഷിരൂരിലേക്ക് ഇനി 124 കിലോമീറ്ററാണുള്ളത്. ഇന്നതിൽ നമുക്ക് വലിയ ചൂടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്കൊരു 24 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഒരു 100 കിലോമീറ്റർ ആയിട്ട് അതിനെ കട്ട് ചെയ്യാം. ഇനി ഒരു കയറ്റം ചവിട്ടി കയറ്റാൻ പോവുകയാണ്. കയറ്റമാണെങ്കിലും നമുക്ക് കയറി പോകുന്ന കയറ്റമാണ്, വലിയ കാട്ടല്ല. കാട്ടുകളൊക്കെ വരുന്നതേ ഉള്ളൂ. കുലുക്കി അടിച്ച് മുളക് മൂക്കി കയറിയെന്ന്. ഏതായാലും കുലുക്കി അടിച്ചാണ് പോകുന്നത്. കുലുക്കി സർബത്ത്. കുലുക്കിയുടെ പണി ഇത്രയേ ഉള്ളൂ അല്ലേ? കസ്കസ് ഇടുക, ഒരു സോഡ ഒഴിക്കുക, നാരങ്ങ ഒഴിക്കുക, 2 മുളക് കീച്ചിടുക, ഐസ് കട്ട ഇടുക, കുലുകുലു കുലുകുലു, കുലുക്കി റെഡി. കുലുക്കി കാർവാർ ഉടുപ്പി പനാജി 359.
നമ്മൾ മറ്റൊരു പുഴയുടെ മുകളിലോട്ട് കയറുവാണ്. പവഞ്ചെ ബ്രിഡ്ജ്. പവഞ്ചെന്നോ ഒക്കെ വായിക്കാം. നന്ദി അപ്പോഴത്തെ പഴയൊരു പാലമാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. അങ്ങറ്റത്തൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. വലത്തേ അറ്റത്ത് പുഴ വളഞ്ഞു വരുന്നതാണ്. നമ്മൾ നേരെ പോവുകയാണ്. ചൂടായതുകൊണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ചാട്ടമാണുള്ളത് കേട്ടോ. പേടിക്കണ്ട, ഓടിക്കും. അതുകൊണ്ടാണ് ഈ പളവടെ നടി കിട്ടുന്നത്. ആഹാ, നല്ല ഗ്യാപ്പായി കേട്ടോ. ഒരിഞ്ചിന് മേടി ഗ്യാപ്പ് ഇപ്പം തന്നെയായി. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഞങ്ങളിവിടെ ഒരു തണൽ കണ്ടപ്പം നിർത്തിയതാണ്. കുഞ്ഞിത് പെരുകിരിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തിന്ന് തീരാറായി. അപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്ത്. ഇത് കണ്ടോ, നമ്മൾ നല്ല തണലുള്ളൊരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ തിരിച്ചു വെച്ചാലേ ഉള്ളൂ നിർത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാണ്, അങ്ങോട്ട് തിരിച്ചു വെച്ചാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ സൈഡിലോട്ട് തിരിച്ചു വെച്ചാൽ അപ്പോൾ ഉടുപ്പിക്കാണ് പോകുന്നത്. ഉടുപ്പി സൈഡിലാണ് പോകുന്നത്. ഈ റൂട്ടിൽ ഇവിടെ ടീ ഷോപ്പോ ഹോട്ടലോ ഏതാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അത് നോക്കണം. ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറുന്നുണ്ട്. എന്നാ നോക്കട്ടെ. കഴിച്ചാ? മൊത്തം കഴിച്ചാ? ആഹാ, കഴിച്ചല്ലോ. ഗുഡ് ഗേളാണല്ലോ. മതിയാ? ആ, കഴിച്ച്. കൊള്ളാലോ പെണ്ണ്, കൊള്ളാലോ. അവിടെ ഇരുന്നേ. അവിടെ ഇരിക്കേ. ആ, അങ്ങനെ സുന്ദരിയായിട്ട് അവിടെ ഇരുന്നേ. എന്നാ വേണ്ട? എന്നടി വേണ്ടേ നിനക്ക്? എന്നാ വേണ്ടെന്ന്? അപ്പോൾ ചെറിയൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനുണ്ടല്ലോ, നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു രീതിയല്ല. മൊത്തം പച്ചപ്പാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. നോക്കി, എവിടെ നോക്കിയാലും പച്ചപ്പ്. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. ഇനി എനിക്കൊരു 34 കിലോമീറ്ററാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇല്ല, നമുക്ക് പോകാം. പതിയെ അങ്ങ് പോകാം. പതിയെ കയറി ഇറങ്ങി കൃത്യം ഒരു വണ്ടിക്കുള്ള ഏരിയ ഇട്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഓവർ സ്പീഡ് തന്നെ. കാരണം സ്പീഡ് ബ്രേക്കറാണ്. അപ്പം നമ്മൾ ഇടവഴി കയറി, പല വഴി കയറി, ഒരു വഴിയായി. ഇനി നമ്മൾ പെരുവഴിയാവും. അടിപൊളി. നമ്മളിപ്പോൾ ഫ്രീ ഗിയറിലാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല സുഖമുണ്ട് ചവിട്ടാൻ. അതായത് ഒരു ഫസ്റ്റ് എയർ ഇട്ടിട്ട് പിന്നെ ഒരു 7 എയർ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചുമ്മാ ഇരുന്ന് ചവിട്ടി കൊടുത്താൽ മതി. SM ലഞ്ച് ഹോം ആണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമുക്ക് വൈജാട്ടിൻ്റെ അവിടുന്ന് ഫുഡെല്ലാം തന്നിരിക്കുന്നതുകൊണ്ട് ഒരു 2 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി കാറ്റൊക്കെ കൊണ്ട് ചവിട്ടി പതിയെ പോവുകയാണ്. അപ്പോൾ നമ്മൾ
ഫസ്റ്റ് ഗിയറിൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിരിക്കുന്നത് ഫ്രണ്ട്. ബാക്കി നമ്മൾ 7-ലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചവിട്ടിയാൽ മതി. പതിയെ അങ്ങ് പൊക്കോളും. കയറ്റമൊക്കെ ചുമ്മാ കയറി പൊക്കോളും. വലിയ ചവിട്ടുഭാരമൊന്നുമില്ല. നമ്മൾ 6-ലൊന്നിട്ട് നോക്കാം. കുറച്ചുകൂടെ ഈസി ആയിട്ട് പോകും കേട്ടോ. അപ്പം അങ്ങനെ അങ്ങ് പോട്ടും. ഏതായാലും നമ്മുടെ ജ്യോതിയിലെ ആൾക്കാർ ടെക്നീഷ്യൻ നന്നായിട്ട് പണിത് തന്നു കേട്ടോ. നമ്മുടെ മറ്റേ ഒള്ളി സ്പോർട്സിലെ തൃശ്ശൂർ ഒള്ളി സ്പോർട്സിലെ ആശാൻ്റെ പോലെ തന്നെ ജഗതി ആശാൻ്റെ പോലെ തന്നെ പണിക്കാരനാണ് കേട്ടോ. പണിയെന്ന് പറഞ്ഞ അതൊക്കെ അവരൊക്കെയാണ് നല്ല. അത് നമുക്ക് ഇത് കിട്ടിയത് ഇന്നലെ തന്നെ. ഞാൻ ആദ്യം പോയ സ്ഥലത്തെ സൈക്കിള് ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലായി. ഞാൻ 2-3 കട കയറിയേ. അപ്പോൾ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഹൈവേയിലോട്ട് ചവിട്ടി പിടിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത്, സിറ്റിക്കകത്ത് കയറണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ നോക്കി. ചെല്ലുന്നിടത്തെല്ലാം നമ്മുടെ സാധാരണ സൈക്കിൾ നന്നാക്കുന്ന ആൾക്കാരേ ഉള്ളൂ. ഇത് വെക്ക് ഉണ്ടാക്കാം എന്നൊക്കെ നമ്മുടെ മഞ്ചേശ്വരം ഭാഗത്തുള്ള ഒരു പുള്ളി പറഞ്ഞു. പക്ഷേ എനിക്ക് ആ പുള്ളിയുടെ ഒരു സംസാര രീതിയിൽ മനസ്സിലായി ഞാനവിടെ പെടും എന്ന്. അത് കഴിഞ്ഞാണ് നമ്മളിവിടെ വന്ന് മംഗലാപുരത്ത് വന്ന് സംഭവം സെറ്റ് ചെയ്ത്. ഏതായാലും സംഭവം ഓക്കെ ആയി. പണ്ട് നമുക്ക് ബായ്ക്ക് ഹപ്പും ബായ്ക്ക് ബെയറിങ് എല്ലാം മാറിത്തന്ന നമ്മുടെ ആശാനുണ്ട്, ജഗതി ആശാൻ. നമ്മുടെ ഒള്ളി സ്പോർട്സിലെ ജഗതി ആശാനാണ്. അപ്പോൾ ആശാൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് സൈക്കിൾ പോകുന്ന രീതിയെ മാറിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജ്യോതി സൈക്കിൾസിലെ മാംഗ്ലൂർ മംഗലാപുരം അവർ നമുക്ക് ചെയ്തു തന്നത്. അവിടെ നമ്മളോട് പൈസ വാങ്ങിച്ചില്ല എങ്കിൽ ഇവിടെ നമ്മളോട് ഡിസ്കൗണ്ട് ഇട്ട് വാങ്ങിച്ചു. വേറൊരു സംസ്ഥാനമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ റൈഡേഴ്സ് തന്നെയാണ്. ഇവരൊക്കെ അഡ്വഞ്ചർ റൈഡേഴ്സാണ്, നമ്മളെപ്പോലെയല്ല. അപ്പോഴത്തേ എന്നെ വന്ന് തടഞ്ഞു നിർത്തിയതാണ്. അവർ മംഗലാപുരംകാരാണ്. അപ്പോൾ എന്നെ വന്ന് തടഞ്ഞു നിർത്തി. അപ്പം നമുക്കൊരു സർപ്രൈസുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന ആളാണ്. ഒരാൾ ഒറ്റ വീലിൽ ഇന്ത്യ മുഴുവൻ കറങ്ങി നമ്മുടെ പാകിസ്ഥാൻ്റെ ബോർഡറിൽ വരെ പോയിട്ട് ഷോ കാണിച്ചിട്ട് വന്ന ഒരാളുണ്ട്. അയാളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ അകലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി പുറകിൽ കാറിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുള്ളീനെയും കൂടി എനിക്ക് കാണാൻ പറ്റും. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണത്. ഇവരൂടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. കുഞ്ഞിപ്പണേ നമ്മൾ മാത്രമല്ലടി കാശ്മീർ പോയ, വലിയ പുള്ളികൾ പോയിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുത്. അങ്ങനത്തെ നമ്മുടെ സിംഗിൾ വീൽ റൈഡർ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ ഇറങ്ങി വരുമോ എന്ന് നോക്കട്ടെ. ആളെ കറക്റ്റ്. ഹലോ. അതെ ഞാൻ കാശ്മീരിൽ. നിങ്ങളൊക്കെ പോയിട്ട് വന്നതല്ലേ? നിങ്ങളുടെയൊക്കെ പോക്കല്ലേ മാസ്റ്റർ പീസ് പോക്ക്. എന്റെ പേര് ജോപ്പൻ. ഞാൻ കണ്ടിട്ടില്ല വീഡിയോ. അത് തന്നെ. എന്നെയല്ല, നമ്മുടെ സ്മോക്കിയൊക്കെ ഇട്ട വീഡിയോ ആയിരിക്കും. അരുൺ സ്മോക്കിയൊക്കെ. അതെ കുഞ്ഞി. ആയിക്കോട്ടെ. അപ്പത്തെ ആ മഹാമനുഷ്യനെ കണ്ടു. പാകിസ്ഥാന്റെ ബോർഡറിൽ കിടന്ന് തകർത്ത് കാരിയിട്ട് വന്നതാണ് അല്ലേ? സിംഗിൾ വീലിൽ പോയിട്ട് വന്ന ആള്. ഞാൻ ഒരു വീഡിയോ കൂടി എടുക്കാമല്ലോ. ഞാനിപ്പോ 6 മാസമായി. ഏജ് 48. അത് പറഞ്ഞ അരുൺ സ്മോക്കി തെറിവിളി മുഴുവൻ കേട്ടത് കേട്ടോ. അതെ സത്യം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അത് പോയാലേ ആ വൈബ് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.
ഇവിടുത്തെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്. ദുർഗ പരമേശ്വരി ടെമ്പിള് ബപ്പന്തു. അപ്പം അകത്തോട്ട് നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ പൂജ കഴിഞ്ഞ സമയമാണ്. ഉച്ചപൂജയൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരങ്ങളിലേ ഇവിടെ പൂജയുള്ളൂ. അപ്പോൾ ഒരു മനോഹരമായ ടെമ്പിള്, വളരെ വലിയൊരു ടെമ്പിളാണ്. അകത്ത് നമുക്ക് കയറാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം നമ്മുടെ യാത്ര ഇന്ന് ഒരു മാൽപ്പ വരയിൽ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സിംഗിൾ വീലിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച സനിത് ബ്രോയെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം ഒരുപാട് സൈക്ലിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ യാത്രയിൽ അവർ നമ്പറുകൾ തന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കരം. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഞാനും കുഞ്ഞിയും കൂടി ഈ റൂട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാത്ര ഇങ്ങനെ അടിച്ചു പൊളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ്, കട്ട വെയിലാണ്. അപ്പോൾ കട്ട വെയിലത്ത് ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ മുമ്പിൽ നമുക്ക് എന്തോ ഒരു തെർമൽ പവർ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഏറ്റവും മുമ്പിൽ അങ്ങ് അറ്റത്ത് കാണാൻ പറ്റുന്നുണ്ട്. പവർ സ്റ്റേഷനാണെന്നാണ് അതൊക്കെ കണ്ട് നമുക്ക് പതിയെ മുമ്പോട്ട് പോവാം. സമയം 2:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉടുപ്പിക്ക് പോകുന്ന വഴിക്ക് നല്ല ചൂടാണ്. അപ്പം ഒരു തണൽ കിട്ടിയപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാണ്. നമ്മുടെ മയിൽ വാഹനം നിർത്തിയതാണ്. കുഞ്ഞിനെ അവിടെ അഴിച്ചു കെട്ടിയിട്ടുണ്ട്. അവൾ എങ്ങനെയാലും ചരട് പൊട്ടിച്ച് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിരുന്നേ, അവിടെ ഇരിക്കുക, അങ്ങോട്ട് മാറിയിരുന്നേ, വണ്ടിക്കടി പോവല്ലോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഭക്ഷണം വേണ്ട എത്ര കറിയാന്ന് നോക്കിയേ. ബൈച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഫുഡ് കൊണ്ടുപോക്കുമെന്നും പറഞ്ഞുകൊണ്ട് കറികളുടെ ബഹളമാണ്. ഇത് എപ്പത്തിന്ന് തീരുമെന്ന് എനിക്കറിയാൻ മേലാത്ത. എന്തേരം കറിയാണെന്നറിയോ, കറിയും ചോറൂടെ. അപ്പോൾ ഞാനത് കഴിക്കുന്നു, കുഞ്ഞി നോക്കിയിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിക്കുള്ള ഫുഡൂടെ കൊടുത്തിട്ട് നമ്മൾ പതിയെ യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതിയെ പോവുകയാണ്. അതിനുവേണ്ടി ഇവിടെ സെറ്റാവുകയാണ്. അപ്പോൾ ശരി, ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ബൽരാജ്, ദീപക്, അശ്വത്. അച്ഛാ, ഇവർ ബീഹാറിൽ നിന്നുള്ളവരാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇത് കണ്ട ബോളൊക്കെ പിടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഗാംഗുലിയുടെ ഇത് ചഷ്മയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട് ആ സൈഡിൽ, അവിടെ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേന് ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ ബൈ, ശുക്രിയ. ഓക്കെ ഓക്കെ, താങ്ക് യു ബൈ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. അപ്പോഴത്തേ അവർ കളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേ ഏകദേശം 3 മണിയായി കേട്ടോ. ചൂടൊരു ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഴക്കാറ് കയറി വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുന്ന് വിടണം. ശിരൂർ സൈഡിലോട്ട് നമ്മൾ അടുക്കും തോറും മഴക്കാറ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രളയത്തിൻ്റെ ഒരു ഏരിയ ആയിരുന്നു അത്. ഇപ്പം നമ്മൾ ടോൾ ഗേറ്റിലോട്ട് അടുക്കുവാണ്. ഒരു 1/2 കിലോമീറ്റർ ടോൾ ഗേറ്റിലോട്ടാണ്. അപ്പോൾ ടോളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പതിയെ അങ്ങ് പോകാം. അതാണ് അതിൻ്റെ ശരി, അതല്ലേ ശരി. ടോൾ കൊടുത്തിട്ടേ പതിയെ പോവാം. കുഞ്ഞിക്ക് ചിലപ്പോൾ ടോൾ കൊടുക്കേണ്ടി വരും. കുഞ്ഞിപ്പെണ്ണിന് ടോള് കൊടുക്കണം, കുഞ്ഞിപ്പെണ്ണിന് ടോള് കൊടുക്കണം. ആഹാ, തേടിയ വള്ളി കാലിൽ ചുറ്റി എടുത്തു കളയണ്ടല്ലോ. നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഒരു സാധനം, നമ്മുടെ സ്പ്രിങ്ങിന് സ്പെയർ ഇടാനൊരു സാധനം.
അപ്പം നമ്മളതിനുള്ളൊരു മാർഗം കണ്ടുപിടിച്ചു കേട്ടോ. ഒരു സ്പ്രിങ്ങാണ് കിട്ടിയത്. നമ്മുടെ സൈറ്റിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. ഉടുപ്പിയിലെ ടോൾ പ്ലാസ, ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ രണ്ടാമത്തെ ടോൾ പ്ലാസയിലാണ് നമ്മളിപ്പോൾ. ഫസ്റ്റ് ടോൾ പ്ലാസ ഇന്നലെ കയറിയായിരുന്നു. ഇന്ന് അടുത്ത ടോൾ പ്ലാസ കയറി. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോ ടോൾ പ്ലാസ കയറാം. കാറ് 50, 75, ലോറി ജീപ്പ് നമുക്കില്ല. എല്ലാവരും ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. കുഞ്ഞിനെ സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. സുന്ദരിയാക്കിയിട്ട് കിടത്തി ഉറക്കി. അവൾക്കൊരു ഇത് തുണിയൊക്കെ നനച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോഴത്തേക്കും തുണിയിലോട്ട് ഇങ്ങനെ വന്ന് കയറി കാറ്റ് അവളെ തഴുകി ഉറക്കിക്കോളും. ഞാനിങ്ങനെ ഇങ്ങ് പോയാൽ മതി. 2 വീലേഴ്സ് ആൻഡ് 3 വീലേഴ്സ് ഒള്ളി. അപ്പം ഞാനിത് അങ്ങ് പോകട്ടെ. ഈ വഴിയായിരിക്കും 2 വീലർ ആൻഡ് 3 വീലർ ഒള്ളി. ഈ വഴിക്കാണ് നമ്മുടെ ഒള്ളി പോകുന്നത്. അപ്പോൾ ഒള്ളി പോക്കോട്ടെ. ഇല്ല, ഉള്ളിയും ഫാസ്റ്റായിട്ട് വന്നാൽ നമ്മൾ ഉള്ളി പോലെയാവും, ചതഞ്ഞു പോകും. ഹാപ്പി ജേർണി. താങ്ക് യു. ഉണ്ടോ കാശ് പിടിച്ച് വാങ്ങിച്ചിട്ട് എഴുതി വെച്ചിരിക്കുക ഹാപ്പി ജേർണിന്ന്. കഴുത്തിന് കുത്തിപ്പിടിച്ച് കാശ് വാങ്ങിക്കും, എന്നിട്ട് എഴുതി വെക്കും ഹാപ്പി ജേർണി.